ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യം ഉയർത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ, മറുവശത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയാകെ ചാരമാക്കുമെന്ന് ഭയപ്പെടുന്നു. പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും ഈ ഭൗമരാഷ്ട്രീയ ചലനങ്ങൾ കേവലം പ്രാദേശികമായ തർക്കങ്ങളല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെയും സുരക്ഷയെയും അടിമുടി ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ തുടക്കമാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അതിർത്തി ലംഘിക്കുന്നതും പതിനായിരക്കണക്കിന് സൈനികർ പാർക്കുന്ന സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിലെ മാറുന്ന യുദ്ധതന്ത്രങ്ങളുടെ ഭീകരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഫെബ്രുവരി 26 രാത്രിയിലാണ് ദക്ഷിണേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിലൊന്നിന് തുടക്കം കുറിച്ചത്. ഓപ്പറേഷൻ ഗസഫ് ലിൽ ഹഗ് അഥവാ നീതിനിഷ്ഠമായ കോപം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് മേലുള്ള പാകിസ്ഥാന്റെ നേരിട്ടുള്ള താക്കീതാണ്. തങ്ങളുടെ മണ്ണിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ താലിബാൻ പരാജയപ്പെട്ടുവെന്നും 2600 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിർത്തിയിൽ 53 കേന്ദ്രങ്ങളിൽ താലിബാൻ ആക്രമണം നടത്തിയെന്നും ആരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടത്. ഈ സൈനിക നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരിക്കൽ അമേരിക്കയുടെ പ്രധാന യുദ്ധതാവളമായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർബേസിന് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ്. ഒരു ഹാങ്കറും 2 വലിയ വെയർഹൌസുകളും പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ലോങ് റേഞ്ച് മോർട്ടാറുകൾ എന്നിവയ്ക്കൊപ്പം സ്വാം ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണം അഫ്ഗാനിസ്ഥാൻ താലിബാന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഏത് കോണിലും കടന്നു ചെന്ന് ആക്രമിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇസ്ലാമാബാദ് നൽകുന്നത്. അമേരിക്ക ഉപേക്ഷിച്ചു പോയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് താലിബാൻ പാകിസ്ഥാനെതിരെ പോരാടുന്നതെന്ന ആരോപണം ഈ സംഘർഷത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി കത്തുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാൻ മറ്റൊരു വമ്പൻ നീക്കത്തിന് മുതിർന്നത് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ട് കുതിച്ച 2 ഇറാനിയൻ സുഖോയ് 24 ബോംബർ വിമാനങ്ങൾ കേവലം 2 മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തമൊഴിവാക്കി വെടിവെച്ചിടപ്പെട്ടത്. 10,000-ഓളം അമേരിക്കൻ സൈനികർ പാർക്കുന്ന അൽ ഉദൈദ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് വെറും 80 അടി മാത്രം ഉയരത്തിൽ പറന്നാണ് ഇറാനിയൻ വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തത്. ഖത്തർ വ്യോമസേനയുടെ F-15 വിമാനങ്ങൾ സമയോചിതമായി ഇടപെടുകയും മറുപടി നൽകാത്തതിനെ തുടർന്ന് ഇറാൻ വിമാനങ്ങളെ വെടിവെച്ചിടുകയും ചെയ്തതോടെ ഒഴിവായത് ആയിരക്കണക്കിന് സൈനികരുടെ ജീവഹാനിയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് തിരികൊളുത്താൻ പര്യാപ്തമായിരുന്നു. തങ്ങളുടെ അയൽ രാജ്യങ്ങളിലെ വിദേശ സൈനിക താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് രാഷ്ട്രങ്ങളെയാകെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിലെ വിദേശ താവളങ്ങൾ കാരണം ഇറാനിയൻ മിസൈലുകൾക്ക് ഇരയാകേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം പുതിയ തലങ്ങളിലേക്ക് വളരുമ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലുമുള്ള കോൺസുലേറ്റുകളിൽ നിന്ന് തങ്ങളുടെ അത്യാവശ്യ ജീവനക്കാരല്ലാത്തവരെ പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ കനത്ത പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ അക്രമാസക്തമാകാൻ സാധ്യതയുള്ളതിനാലാണ് കടുത്ത സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത്. വിസ സേവനങ്ങൾ നിർത്തിവെച്ചതും പലയിടത്തും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതും പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷയെയും ബാധിച്ചിട്ടുണ്ട്. ഖമേനിയുടെ വധം ഇറാന് നൽകിയ ആഘാതം ചെറുതൊന്നുമല്ല. ഇതിന് പ്രതികാരമായി അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അത് നയതന്ത്രപരമായ മര്യാദകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് വളരുകയാണ്. പാകിസ്ഥാനിലെയും ഇറാനിലെയും ജനങ്ങൾക്കിടയിൽ വളരുന്ന അമേരിക്കൻ വിരുദ്ധ വികാരം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ പ്രധാന തുറമുഖങ്ങളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ 50 ദശലക്ഷത്തിലധികം ആളുകൾ ഭക്ഷ്യക്ഷാമത്തിന്റെ ഭീഷണിയിലാണ്. തങ്ങളുടെ ഭക്ഷ്യാവശ്യത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചരക്ക് കപ്പലുകൾ വരാൻ ഭയപ്പെടുന്നത് വിപണികളെ നിശ്ചലമാക്കി. ഇത് തിരിച്ചറിഞ്ഞ ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാവിക ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ഇറ്റലി തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും സൈപ്രസിലേക്ക് കൂടുതൽ സൈനിക പിന്തുണ അയക്കുകയും ചെയ്തിട്ടുണ്ട്. സിവിലിയന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും യൂറോപ്യൻ യൂണിയനും GCC രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെടുന്നു.
എങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ടെന്നത് സംശയകരമാണ്. ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് തടയാൻ സംയുക്തമായ സൈനിക നീക്കങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. 2026 ആദ്യ മാസങ്ങൾ ലോകത്തിന് നൽകുന്നത് ശുഭകരമായ വാർത്തകളല്ല. പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള അതിർത്തി യുദ്ധം ദക്ഷിണേഷ്യയെ അസ്ഥിരപ്പെടുത്തുമ്പോൾ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ അഗ്നിപർവ്വതത്തിന് മുകളിലാക്കിയിരിക്കുന്നു. അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധങ്ങൾ സൈനികർക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഖത്തറിലെയും പാകിസ്ഥാനിലെയും സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഉന്നത തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ അനിവാര്യമാണ്. എന്നാൽ ഓരോ രാജ്യവും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആയുധമെടുക്കുമ്പോൾ തോൽക്കുന്നത് മാനവികതയും ആഗോള സമാധാനവുമാണ്. ഭക്ഷ്യവിതരണവും ചരക്ക് നീക്കവും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ യുദ്ധത്തേക്കാൾ ഭീകരമായ പട്ടിണി മരണങ്ങൾക്കാകും ലോകം സാക്ഷ്യം വഹിക്കുക. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ ശക്തികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.